Hello students, welcome to Resolute Academy. In the 20th February 2024 important current affairs. So are you excited? Let's begin. Start ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം. നമ്മൾ ഇന്നലെ മൺഡേക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. സോ അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റും കവർ ചെയ്തിട്ടുണ്ട്. ക്രിസ്പ് ആൻഡ് ടു ദ പോയിന്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ കവർ ഇറ്റ് വിത്തിൻ 25 to 30 മിനിറ്റ്സിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പാനലാണ്. ഓക്കെ, ഇത് 2 ദിവസം മുമ്പുള്ള ന്യൂസാണ്. ഇതിലെന്താണ്, നമ്മളെ മഹാരാഷ്ട്രയുടെ ഒരു റിപ്പോർട്ട്, മറാഠാസിനെ കുറിച്ചൊരു സർവേ റിപ്പോർട്ട്. അതിനെന്താണ്, അവരെ നമ്മളെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പബ്ലിഷ് ചെയ്ത സംഭവത്തിന് ഹെഡ് ചെയ്തത്, ഈ കമ്മിറ്റിയെ ഹെഡ് ചെയ്തത് ആരാണെന്ന് അറിയണം. പുള്ളിക്കാരൻ്റെ പേരെന്താണ്, ജസ്റ്റിസ് സുനിൽ സുക്രെ. ഓക്കെ, സുനിൽ സുക്രെ ആണെന്താണ് നമ്മളെ ഈ ഒരു കമ്മിറ്റിയെ ഹെഡ് ചെയ്തിരുന്നത്. അപ്പോൾ അത് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അറിയേണ്ട കാര്യം തന്നെ ഇത് മഹാരാഷ്ട്രയിൽ നടന്നൊരു കമ്മിറ്റിയാണ്, മഹാരാഷ്ട്രയുടെ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചീഫ് മിനിസ്റ്റർ ആരാണ്, ഏക്നാഥ് ഷിൻഡെ ആണ്. എന്നിട്ട് അവിടുത്തെ ഗവർണർ രമേശ് ബയാസ് ആണ്. എന്നിട്ട് ക്യാപിറ്റൽ മുംബൈ ആണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എപ്പോഴും ഒരു സ്റ്റേറ്റിന്റെ പേര് കേൾക്കുമ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണം. പിന്നെ ഇവിടെ നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ 2 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അറിഞ്ഞിരിക്കുക. അജിത് പവാർ എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട്. എന്നിട്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പേരുള്ള ഒരാളുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡെപ്യൂട്ടി സി എംസ് ആണ്. ആക്ച്വലി ഡെപ്യൂട്ടി സി എംസിന് വലിയ പവേഴ്സ് ഒന്നുമില്ല. സ്റ്റിൽ ഒരു എന്താണ്, നമ്മൾ കോalition ഗവൺമെന്റ് ഒക്കെ ഫോം ആകുമ്പോൾ അതിൽ ഡെപ്യൂട്ടി സി എമ്മിൻ്റെ ഒരു പൊസിഷൻ കൊടുക്കാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി കുറേ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു പൊസിഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ന്യൂസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഇത്തരം കാര്യമുള്ളൂ. പിന്നെ അടുത്ത ന്യൂസിൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, നമ്മളെ ഫെമ വയലേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പേടിഎമ്മിൻ്റെ കാര്യത്തിൽ. RBIയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ വന്ന സമയത്ത് തന്നെ ഫെമ വയലേഷനും ഇവർ ചെയ്തിട്ടുണ്ട് പേടിഎം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫെമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എന്ന് പറഞ്ഞാൽ ഫോറിൻ അവർ ഫണ്ടിങ് എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മലൈൻഡ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇന്റൻഷനിൽ പൈസ ഇവിടെ വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇന്ത്യയുടെ സ്ഥാപനം തന്നെ അങ്ങനെ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരെ ബാൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആർക്ക്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഫെമാര കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു പേടിഎമ്മിൻ്റെ അടുത്ത്. പക്ഷേ ED, ദാറ്റ് ഈസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഫുൾ അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല. പേടിഎമ്മിൻ്റെ കേസിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ന്യൂസിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ ഫെമാരെ കുറിച്ച് നമ്മൾ അറിയണം. ഫെമ എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. എക്സാമിന് അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിൻ്റെ അബ്രിവേഷൻ തരും, എന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുക. പിന്നെ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കാം അല്ലേ, ആ ആക്ട് വന്നത് എപ്പോഴാണെന്ന് ചോദിക്കും, 1999. ഓക്കെ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റെഗുലേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ, മാനേജ് ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത്. ഇതാണ് അവരെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ആക്ട്. ഓക്കെ, ഇത് ആരെ കൺട്രോളിലാണ്, ഈ ആക്ട് ആരാണ് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിലെല്ലാം ഫെമ വയലേഷൻ്റെ കേസ് വരികയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതിന് ആക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അതാണ് പേടിഎമ്മിൻ്റെ കേസിലും ആക്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, അത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. നമുക്കറിയാം നമ്മളെ യൂണിയൻ മിനിസ്റ്റർ ഏത് മിനിസ്റ്ററിയുടെ ഇൻചാർജ് ആണ്, എഡ്യൂക്കേഷൻ അല്ലെ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രീനർഷിപ്പ്. യൂണിയൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ ഏതൊക്കെ മിനിസ്റ്ററിന്റെ ഇൻചാർജ് ആണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെന്താണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്താണ് ഓൺടർപ്രീനർഷിപ്പ്. ഓക്കെ, ഇതിന്റെ ഇൻചാർജ് ആരാണ്, ധർമ്മേന്ദ്ര പ്രധാൻ. ഞാൻ ഇതിനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടെന്നുള്ള കാര്യം. ബേസിക്കലി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ധർമ്മമായിരുന്നു അവർ പഠിപ്പിക്കുകയായിരുന്നത്. ഓക്കെ, ധർമ്മം. അതിന്റെ പ്രധാനമായിട്ടുള്ള ആളാരായിരിക്കും, പ്രിൻസിപ്പൾ അല്ലെ, പ്രിൻസിപ്പൾ. ആ പ്രിൻസിപ്പൾ തന്നെയാണ് എന്താണ്, ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയിലെ മൊത്തം എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റമിന്റെ ഹെഡാണ് ആര്, ധർമ്മേന്ദ്ര പ്രധാൻ, ദാറ്റ് ഈസ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ, അങ്ങനെ ഓർമ്മിക്കുക. അടുത്ത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 100 ക്യൂബ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്, ഒഡീസയിൽ, ദാറ്റ് ഈസ് ഭുവനേശ്വറിൽ. 100 ക്യൂബ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 100 ക്യൂബ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പിനെ അവർ 100 crore വർത്ത് ഉള്ള കമ്പനി ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, എയിംസ് ടു ക്രിയേറ്റ് 100 സ്റ്റാർട്ടപ്സ്. 100 സ്റ്റാർട്ടപ്സിനെ എന്ത് ചെയ്യും, 100 കോടി വാല്യുവേഷൻ ഉള്ള കമ്പനിയാക്കി മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ടു എയിം ടു ക്രിയേറ്റ് 100 സ്റ്റാർട്ടപ്സ് വിത്ത് ഈച്ച് വാല്യുവേഷൻ ഓഫ് 100 crore ബൈ ദ 100th ആനിവേഴ്സറി ഓഫ് ഒഡീസ. ഒഡീസയുടെ 100 വർഷം തികയുമ്പോൾ എന്താണ്, 100 സ്റ്റാർട്ടപ്പ് എങ്കിലും 100 കോടിയുടെ മുകളിൽ വർത്ത് ആയിട്ടുള്ള കമ്പനീസ് ആക്കി മാറ്റണം എന്നാണ് അവരുടെ ഉദ്ദേശം. ക്ലിയർ ആണല്ലോ. അടുത്ത് ഇതിന് വേണ്ടി ആരൊക്കെയാണ് പാക്ട് സൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ് ആരതാണ്, IIT ഭുവനേശ്വറിന്റെ ആണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ REP, ദാറ്റ് ഈസ് റിസർച്ച് ആൻഡ് ഓൺടർപ്രീനർഷിപ്പ് പാർക്ക്, പ്രൊവൈഡ്സ് എസെൻഷ്യൽ റിസോഴ്സസ്, മെന്റർഷിപ്പ്, സീഡ് ക്യാപിറ്റൽ, പിന്നെ ആക്സസ് ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് REP ആണ്. എന്നിട്ട് അവർ ആരോടാണ് പാച്ചപ്പ് ചെയ്തിട്ടുള്ളത്, IIT ഭുവനേശ്വർ. ഇവർ രണ്ടിനും കൂടെ ചേർന്ന് എന്ത് ചെയ്യും,
ഇങ്ങനെ 100 സ്റ്റാർട്ടപ്സിനെ 100 കോടി രൂപ വരെ ബിസിനസ് ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്രയാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇത് ഒഡീസയിൽ നടന്നുള്ള കാര്യം ആയതുകൊണ്ട് ഒഡീസയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം ഭുവനേശ്വർ ആണ്. പിന്നെ അവിടുത്തെ മിനിസ്റ്റർ ദാറ്റ് ഈസ് ചീഫ് മിനിസ്റ്റർ ആരാണ്? നവീൻ പട്നായക് ആണ്. എന്നിട്ട് അവിടുത്തെ ഗവർണർ ആരാണ്? രഘുവർ ദാസ് ആണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് ഓർമ്മയിരിക്കല്ല സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അടുത്ത് നമ്മൾ അരുണാചൽ പ്രദേശ് ബിക്കംസ് ദ ഫസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ടു അച്ചീവ് 100% എന്താണ് ഹൗസ് ഹോൾഡ് ടാപ്പ് വാട്ടർ കണക്ഷൻ. 100% എല്ലാ വീട്ടുകളിലും എന്താണ് ടാപ്പ് വാട്ടർ കണക്ഷൻ എത്തിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ അച്ചീവ്മെന്റ്. അത് ഫസ്റ്റ് സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യയിലല്ല, നോർത്ത് ഈസ്റ്റിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ട്. എന്താണ് ടു അച്ചീവ് 100% ഹൗസ് ഹോൾഡ് ടാപ്പ് വാട്ടർ കണക്ഷൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ വരണമെന്ന് ഗോവ ആയിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ് വേർ ദേ ഗോട്ട് എന്താണ് ജൽ സർട്ടിഫിക്കേഷൻ, ഹർ ഘർ ജൽ സർട്ടിഫിക്കേഷൻ എന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയത് ആർക്കാണ്? ഗോവയ്ക്കായിരുന്നു ഫസ്റ്റ് ആയിട്ട് കിട്ടിയുള്ളൂ. ഓക്കെ, പിന്നെ പൂരിക്കും ഒരു ഫസ്റ്റ് സിറ്റി എന്നുള്ള രീതിയിലൊരു സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂരി എവിടെയാണ്? ഒഡീസയിലുള്ളത്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരുണാചൽ പ്രദേശിന്റെ CM ആയ പേമ ഖണ്ഡു ആണ് എന്താണ് ഈ അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹു അനൗൺസ് ദിസ്? നമ്മളെ പേമ ഖണ്ഡു ആരാണ്? അരുണാചൽ പ്രദേശിന്റെ CM ആണ്. ഓക്കെ, അടുത്ത് ഈ മൈൽ സ്റ്റോൺ 100% ഇതാണ് മൈൽ സ്റ്റോൺ അവർ വെച്ചത്. ഇത് സ്കീമിന്റെ അണ്ടറിലെന്ന് വെച്ചാൽ ജൽ ജീവൻ മിഷന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത്രയും കാര്യം അറിയാം. ജൽ ജീവൻ മിഷൻ എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 2019. അത് മിനിസ്ട്രിയാണ് ജൽ ശക്തി, മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയുടെ ഇൻചാർജ് ആരാണ്? ഇറ്റ് ഈസ് ഗജേന്ദ്ര ഷെഖാവത്ത് ഇസ് ദ ഇൻചാർജ് ഓഫ് ജൽ ശക്തി. ഓർമ്മിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. ഇമാജിൻ ചെയ്യുക, ഒരു ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗജ് എന്താണ്? വെള്ളത്തിനകത്തേക്കാണ് അല്ലേ? അപ്പോൾ ആ വെള്ളത്തിന് ഇത്ര ശക്തിയോടെ എടുത്തെറിയില്ലേ? എന്താണ്? ജൽ ശക്തിയുടെ ഇൻചാർജ് ആരാകും? അപ്പോഴ് ഗജേന്ദ്ര ഷെഖാവത്ത്. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ചേക്കുക, അങ്ങനെ ഒരു ലിങ്ക് ചെയ്ത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് വേറെ ഒന്നുമല്ല, പ്രൊവൈഡ് സേഫ് ആൻഡ് അഡക്വേറ്റ് ഡ്രിങ്കിങ് വാട്ടർ എന്താണ് ത്രൂ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് ടു ഓൾ ദ റൂറൽ ഹൗസ് ഹോൾഡ്സ് ബൈ 2024. 2024 അവസാനം വരെ ഇത് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് അവരെ ഉദ്ദേശം. ക്ലിയർ ആണല്ലോ? അടുത്ത് നമ്മളെ സ്പോർട്സിന്റെ ന്യൂസ് ആണ്. സ്പോർട്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അന്ന് ന്യൂസ് ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു, രവീന്ദ്ര ജഡേജ എന്താണ് ഒരു 500 വിക്കറ്റിന്റെ ഒരു ഫീറ്റ് അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ഒരു വിക്കറ്റും കൂടെ അന്ന് കുറവായിരുന്നു, 499 വിക്കറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്രാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 100ാമത്തെ വിക്കറ്റ് എടുത്തത് 18ാമത്തെ ടെസ്റ്റിലാണ്. പുള്ളിക്കാരൻ്റെ 18ാമത്തെ ടെസ്റ്റിൽ 100 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അച്ചീവ്മെന്റ് അതായിരുന്നു. അപ്പോൾ അവിടെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഫാസ്റ്റസ്റ്റ് ടു റീച്ച് 100 ടെസ്റ്റ് വിക്കറ്റ്സ്. ആ ഒരു അച്ചീവ്മെന്റ് കൂടെ വന്നായിരുന്നു. ഓവർ 80 years, കഴിഞ്ഞ 80 വർഷത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. 18ാമത്തെ ടെസ്റ്റിൽ പുള്ളിക്കാരൻ 100 വിക്കറ്റ് എടുത്തപ്പം ഫാസ്റ്റസ്റ്റ് പേഴ്സൺ ആയിരുന്നു 80 years നോക്കുകയാണെങ്കിൽ. അതിന് മുമ്പ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലെയർ ഗ്രിമെന്റ്സ് എന്നാണ് പുള്ളിക്കാരനാണ് റെക്കോർഡ് ഉണ്ടത്. 1931. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോഴേ ഈ സമയത്ത് ഡിസ്മിസൽ, ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നോക്കണ്ട. 100th പിന്നെ 500th എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടെസ്റ്റിലൊന്ന് ചോദിക്കാം. അത് 98th ടെസ്റ്റിലാണ് 500 വിക്കറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അച്ചീവ്മെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ മുരളിയ മുരളീധരനാണ് എന്താണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള ആരാണ്? സ്പിന്നറാണ്, ശ്രീലങ്കൻ പ്ലെയർ. 800 വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഷെയ്ൻ വോൺ 708, ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. പിന്നെ ആൻഡർസൺ എന്താണ് 696. അതിനുശേഷം അനിൽ കുംബ്ലെയാണ് 619. ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലെയർ അനിൽ കുംബ്ലെയാണ് 619 ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ ബോർഡ് 604. പിന്നെ മെഗ്രാത്ത് ഉണ്ട്, വാൾഷ് ഉണ്ട്, ലാൻ ഉണ്ട്. പിന്നെയാണ് വരുന്നത് നമ്മളെ അശ്വിൻ 98 മാച്ചസിൽ 500 വിക്കറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, അടുത്ത് ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇത്രയും നമ്മൾ നോക്കി വയ്ക്കണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന്റെ ഫീൽഡിൽ തന്നെ അടുത്തൊരു പ്ലെയർ പേര് കേട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിലും വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാം. അതുകൊണ്ട് അത് നോക്കുക. യശസ്വി ജയ്സ്വാൾ എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻ ആണ്. എന്നിട്ട് ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഹി ബിക്കേം ദ തേർഡ് യങ്ങസ്റ്റ് ബാറ്റ്സ്മാൻ ടു സ്കോർ 2 ഡബിൾ സെഞ്ചുറീസ്. ഓക്കെ, ഏറ്റവും യങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3ാമത്തെ സ്ഥാനത്ത് 2 ഡബിൾ സെഞ്ചുറീസ് സ്കോർ ചെയ്ത ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വ്യക്തി ആരായിരുന്നു എന്ന് വെച്ചാൽ വിനോദ് കാംബ്ലി ആയിരുന്നു. യങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വ്യക്തിയല്ല, യങ്ങസ്റ്റ് ഏജിൽ നോക്കുകയാണെങ്കിൽ വിനോദ് കാംബ്ലി ആയിരുന്നു ഫസ്റ്റ് ടൈം ഇങ്ങനെ 2 ഡബിൾ സെഞ്ചുറീസ് അടിച്ചത്. അത് 21 വയസ്സ് 48 ദിവസം അങ്ങനെ എന്തോ ആണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. വിനോദ് കാംബ്ലി 21 years 54 days ആണ്. പിന്നെ യങ്ങസ്റ്റ് അത് കഴിഞ്ഞെന്ന് പറയുകയാണെങ്കിൽ
സർ ഡോൺ ബ്രാഡ്മാൻ ആണ്. ഓക്കെ, പുള്ളിക്കാരൻ തന്നെ 21 ഇയേഴ്സ് 318 ഡേയ്സിൽ പ്രായമായിരുന്നപ്പോഴാണ് ഈ 2 ടെസ്റ്റ് സെഞ്ചുറീസ് അടിച്ചിട്ടുള്ളത്, ഡബിൾ സെഞ്ചുറീസ് അടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ജയസ്വാൽ, പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ്, നമ്മളെ 13 ഇന്നിങ്സിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബട്ട് പുള്ളിക്കാരൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 22 ഡേയ്സ് 22 ഇയേഴ്സ് 49 ഡേയ്സിലാണ് ഈ 2 ഡബിൾ സെഞ്ചുറീസ് അടിച്ചിട്ടുള്ളത്. ടെസ്റ്റ് മാച്ചിലാണ്, അത് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ എമേഴ്സ്ഡ് ആസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ടു 3 150+ സ്കോർസ് എന്ന് പറഞ്ഞാൽ 150 സ്കോർസ് അടിക്കുന്നത് ഒരു സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്. 13 ഇന്നിങ്സിൽ മാത്രമാണ് അയാൾക്ക് ഇത്രയും ഒരു വലിയൊരു അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റിയത്. അത് വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എക്സാമിന് ഇത് ഡീറ്റെയിൽ ചോദിക്കില്ല, പക്ഷേ ഈ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ ഈ ഇന്റർനാഷണൽ ഡെബ്യൂ ചെയ്തത് വെസ്റ്റ് ഇൻഡീസിന്റെ അഗേൻസ്റ്റ് ആണ്. നോട്ട് ഇമ്പോർട്ടൻറ്റ്, അത്ര നോക്കണ്ട. പിന്നെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് അറ്റ് 2020 അണ്ടർ 19 വേൾഡ് കപ്പ്. പിന്നെ കറണ്ട് ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്, നമ്മളെ നാഷണൽ ടെസ്റ്റ് ടീമിൽ. പിന്നെ രാജസ്ഥാൻ റോയൽസിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വേറെ മാച്ചസ് ടൂർണമെന്റ്സും കളിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുക. നെക്സ്റ്റ് നമുക്ക് ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അഗൈൻ ബാഡ്മിൻ്റൻ്റെ ഫീൽഡാണ്, സ്പോർട്സ് തന്നെയാണ്, ബാഡ്മിൻ്റൻ്റെ ഫീൽഡിലാണ്. നമ്മളെ ഒരു 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ കുറച്ച് നമ്മൾ ഇതുവരെ നടക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഇത് എവിടെ വെച്ചാണ് നടന്നത്. ഇത് നടന്നത് എവിടെയാണ്? നമ്മൾ മലേഷ്യയിലാണ് വെച്ചിട്ട് നടന്നിട്ടുള്ളത്. ഓക്കെ, മലേഷ്യയിലാണ് നടന്നിട്ടുള്ളത്. ഇത്രയും ഡെപ്തിൽ അറിയേണ്ട മലേഷ്യ ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കൺട്രിയിൽ വെച്ചാണ് നടന്നതെന്ന് വെച്ചാൽ നമ്മൾ മലേഷ്യയിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, അത് 13 to 18 നടന്നിട്ടുള്ളത്. അതിനിടയ്ക്കാണ് മാച്ചസ് നടന്നത്. പിന്നെ ഓർഗനൈസർ ആരായിരുന്നു എന്ന് വെച്ചാൽ ബാഡ്മിൻ്റൺ ഏഷ്യ ആൻഡ് ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് മലേഷ്യ ആയിരുന്നു. പിന്നെ സാങ്ഷൻ ബൈ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ BWF ആണ്, അവരാണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത് ഈ ടൂർണമെന്റ്. അടുത്ത് ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത്. അതൊരു ഫസ്റ്റ് ടൈം ആണ് അച്ചീവ്മെന്റ്. ഓക്കെ, ഇന്ത്യ ഫസ്റ്റ് ടൈം ഓവറോൾ. ഇതൊരു ടീം ഇവന്റ് ആണ്. എന്നാൽ ഒറ്റ പേഴ്സന്റെ ഇൻഡിവിജ്വൽ മാത്രമല്ല, ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഉണ്ട്. ബട്ട് ഓവറോൾ ഒരു ടീമായിട്ടാണ് കണക്കാക്കുന്നത്. ടൂർണമെന്റ് ജയിക്കുന്നത് എൻറ്റയർ ഇന്ത്യൻ ടീമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ ടീം എന്നുള്ള ആസ് എ ടീം ജയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ബേസിക്കലി ഇന്ത്യയുടെ ഓരോ പ്ലെയർ ഇൻഡിവിജ്വൽ ആയിട്ടും കളിക്കും, ഡബിൾസും കളിക്കും, അല്ലാത്ത ടൂർണമെന്റ്സ് ഉണ്ട്. ബട്ട് എല്ലാവരെയും സ്കോർസിനെ അവർ ചേർത്തിട്ടാണ്, എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിക്ടറീസിനെ ചേർത്തിട്ടാണ് ഒരു ടീമിന്റെ വിക്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ ടീമിന്റെ വിക്ടറിയാണ് ഇന്ത്യ ജയിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു നമ്മളെന്താണ് ബാഡ്മിൻ്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫൈനൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചതെന്ന് വെച്ചാൽ തായ്ലൻഡിനെയാണ് തോൽപ്പിച്ചത്. ഫൈനൽ ഇതിൽ 3-2 ഇത് കാര്യത്തിൽ. ഓക്കെ, അവിടുത്തെ കീ പ്ലെയേഴ്സ് ആരായിരുന്നു? PV സിന്ധു ആയിരുന്നു, ഗായത്രി ഗോപിചന്ദ്, തെരേസ ജോലി, ഇത് ഡബിൾസ് ആയിരുന്നു. പിന്നെ അൻമോൾ ഖാറബാണ് ടീനേജ് സെൻസേഷൻ ആയിട്ടുള്ള ഇതുള്ള കളിച്ചിട്ടുള്ള സിംഗിൾസ്. പിന്നെ ഹിസ്റ്റോറിക്കൽ മൂമെന്റ്, ഇന്ത്യ വോൺ ദ ഫസ്റ്റ് എവർ പ്രസ്റ്റീജിയസ് കോണ്ടിനെന്റൽ ടീം ചാമ്പ്യൻഷിപ്പ്. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്ത്യ ആരെയൊക്കെ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ ചൈന, ഹോങ്കോങ്, ജപ്പാൻ, എന്നിട്ട് തായ്ലാൻഡിലാണ് സെമി ഫൈനൽസിൽ തോപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ടീം സെൻസേഷൻ എന്ന് പറയുന്നത്. എന്താണ്? പുള്ളിക്കാരി അൻമോൾ ഖാറബ്, പുള്ളിക്കാരി ഒരു സിംഗിൾസിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. പിന്നെ ന്യൂസിൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയ കാര്യമാണ്. അപ്പോൾ നമ്മളുടെ എക്സാമിന് ചിലപ്പം അൻമോൾ ഖാറബ് വാസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ്, ഷീ ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ബാഡ്മിൻ്റൺ ആണ്, അത് എക്സാമിന് റെലവെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് അത് നോക്കിക്കുക. അപ്പോൾ അടുത്ത ഇതിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി അടുത്ത ന്യൂസിലോട്ട് പോകാം. എന്താണ് എന്ന് നോക്കാം. അടുത്ത പറഞ്ഞാൽ മൈക്ക് പ്രോക്ടർ ന്യൂസിലുണ്ടായിരുന്നു. മൈക്ക് പ്രോക്ടറിന്റെ നാഷണാലിറ്റി എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക. ഇതൊരു ഓബിച്വറി ന്യൂസ് ആണ്. ഓക്കെ, അപ്പോഴത് നമുക്ക് എക്സാം ചോദിക്കാനുള്ള യാതൊരു ഫീൽഡിനെ റിപ്രസെന്റ് ചെയ്ത് സ്പോർട്സ്, അതിൽ യാതൊരു സ്പോർട്സ് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ആണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കോർഡ് റൺസ് എന്ന് പറഞ്ഞാൽ 21,936 റൺസ് ആണ് എടുത്തിട്ടുള്ളത്. 48 സെഞ്ചുറീസ് ഉണ്ട്. വിക്കറ്റ് ടേക്കൺ 1,417 അറ്റ് ആൻ ആവറേജ് ഓഫ് 19.53. ഇതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി യാത് ഫീൽഡിൽ നിന്നാണെന്നുള്ളത് അറിയാം. എന്താണ് മൈക്ക് പ്രോക്ടർ യാത് കൺട്രിയിൽ നിന്ന് റിപ്രസെന്റ് ചെയ്തു? സൗത്ത് ആഫ്രിക്ക. ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ATP ചാലഞ്ചർ ടൂർ. ഓക്കെ, അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസിന്റെ ഒരു ചാലഞ്ചർ ടൂർ ആണ്. ഇപ്പൊ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ATP ടൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലാണ് ടൂർണമെന്റ്സിൽ. ATPയുടെ ഏറ്റവും ഹയസ്റ്റ് ആണ് ATP ടൂർ. അതിന്റെ സെക്കൻഡ് ലെവലിൽ വരുന്നതാണ് ATP ചാലഞ്ചേഴ്സ് ടൂർ. പിന്നെ അതിന്റെ താഴെ വേറെ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് സ്ഥാനത്തിൽ വന്നതിൽ ഒരു വിക്ടറിയാണ് നേടിയത്. ആരാണെന്ന് വെച്ചാൽ സ്റ്റെഫൻ നെപ്പൽറ്റനോ. ഓക്കെ, പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ വിക്ടറിയാണ് ഈ ഒരു ചാലഞ്ചർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് മാച്ചസ് ഉണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പൊ ഇത്
പുള്ളിക്കാരൻ ജയിച്ചത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ബാംഗ്ലൂർ ഓപ്പൺസ് ആണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ചെന്നൈ ഓപ്പൺസ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വെച്ച് മാച്ചസ് നടക്കും. അതൊരു ചാലഞ്ചർ ഇതാണ്. എല്ലാം ഏകദേശം എല്ലാം മാക്സിമം ജയിച്ച് വരുമ്പോൾ പുള്ളിക്കാരനാണ് ഫൈനൽ വിക്ടറി ഡിക്ലെയർ ആവുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് വിക്ടറി ഉണ്ടായിരുന്നു ഈ ഒരു ചാലഞ്ചർ ടൂറിൽ. അപ്പോൾ അതാണ് ഇവിടെ ന്യൂസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളെ പുള്ളിക്കാരൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞിരിക്കണം, സ്റ്റെഫാനോ നപ്പാലിറ്റാനോ. ഓക്കെ, യാത് കൺട്രീനെ റിപ്രസെന്റ് ചെയ്യണമെന്ന് ചോദിക്കാം, ഇറ്റലിനെയാണ് റിപ്രസെന്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ തോപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ വേൾഡ് നമ്പർ 25 ആയ വെസാക്ക് പോസ്പിലിസി. ഓക്കെ, പോസ്പിസിൽ ഓക്കെ ഓഫ് കാനഡ അവരാണ് തോപ്പിച്ചിട്ടുള്ളത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ റിലവൻ്റ് ആണ്. ഇങ്ങനെ നമ്മളിപ്പോൾ മാച്ചസ് നോക്കുമ്പോൾ ആരെയാണ് തോപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ എ ടി പിയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ലണ്ടനാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 1971. ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത ന്യൂസിലോട്ട് പോവാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഗീവ്സ് അസെന്റ് ടു പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ 2024. ഇതിനു മുമ്പ് ഞാൻ ബില്ലിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബില്ല് നമ്മൾ പാർലമെന്റിൽ എടുത്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബില്ല് മിക്കവാറും നമ്മൾ എന്താണ് ആക്ട് ആവും. കാരണം അതിൽ ഒബ്ജക്ഷൻ എടുക്കാൻ ഒന്നുമില്ല. കാരണം എല്ലാം ജെന്യുവൻ കാര്യങ്ങളാണ് ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒബ്ജക്ഷൻ എടുക്കാൻ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് അത് പാസ്സാവും എന്ന് പറഞ്ഞു. അത് പാസ്സായി എന്നിട്ട് ദ്രൗപദി മുർമു എന്താണ് അസെന്റ് കൊടുത്തു. സോ ഇറ്റ് വിൽ ബിക്കം ആക്ട്. ആക്ട് ആവുന്നത് എപ്പോഴായിരിക്കും? ഇത് അസെന്റ് കിട്ടിയപ്പോൾ ആക്ട് ആണ്. ബട്ട് ഇനി ഏത് ഡേറ്റ് തൊട്ട് എഫക്റ്റീവ് ആവുമോ എന്നുള്ള കാര്യം ഗവൺമെന്റ് എന്താണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് അറിയിക്കും എല്ലാവരെയും. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ട് എന്ന് പറയുമ്പോൾ ഈ ആക്ട് എന്തിനൊക്കെ കവർ ചെയ്യും, യാതൊക്കെ എക്സാമിനേഷനെ കവർ ചെയ്യും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നിങ്ങളെ എക്സാംസിനെയും കവർ ചെയ്യും. എന്താണ് UPSC ഉണ്ട്, പിന്നെ SSC, RRB, NTA, IBPS, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാ എക്സാമിനേഷൻസിനെയും ഈ ആക്ട് കവർ ചെയ്യും. അപ്പോൾ ഈ ആക്ട് ഇത് കവർ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ അവർ ഈ തെറ്റായിട്ടുള്ളതെന്ന് കിടക്കണം. പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതിൽ കൊല്യൂഷൻ ഓർ കോൺസ്പിറസി ടു ഫെസിലിറ്റേറ്റ് എന്താണ് അൺഫെയർ മീൻസ് എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയോ അതിന് എയ്ഡ് ചെയ്യുകയാണെങ്കിലും അതെന്താണ് ഇതിൽ പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റിയാണ്. പിന്നെ അൺഓത്തറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ ലീക്കേജ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അൺഓത്തറൈസ്ഡ് ആക്സസ് കൊടുക്കുകയാണ് വേറെ ആർക്കെങ്കിലും. നമ്മൾ ആ ആള് അറിയേണ്ടതല്ല, അത് കാണേണ്ടതല്ല, ബട്ട് അയാൾക്ക് ആക്സസ് കൊടുത്തു കാരണം നമ്മളെ ഫ്രണ്ടാണ്, ഫാമിലി മെമ്പറാണ് എന്ന് പറഞ്ഞ് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അതും ഇല്ലീഗലാണ്. അതിന് ലീക്ക് ചെയ്യണതായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ അസിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് എക്സാം, കാൻഡിഡേറ്റ്സിനെ എക്സാമിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ആൻസർ B ആണ്, C ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും തെറ്റാണ്. അങ്ങനത്തെ ഒരു അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഇടയ്ക്ക് ഹാക്ക് ചെയ്യാനോ ടാമ്പർ ചെയ്യാനോ എന്തെങ്കിലും മനഃപൂർവ്വം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിനെ ഓൺലൈൻ എക്സാംസിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് നമ്മളെ പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റിയിൽ അണ്ടർന്നാണ്. ഫേക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനും പാടില്ല. പിന്നെ ഇഷ്യൂയിങ് ഫേക്ക് അഡ്മിറ്റ് കാർഡ്സ് ആൻഡ് ഓഫർ ലെറ്റേഴ്സ്, ഡിസ്ക്ലോസിങ് എക്സാം റിലേറ്റഡ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ബിഫോർ ദ ഷെഡ്യൂൾഡ് ടൈം. പിന്നെ അൺഓത്തറൈസ്ഡ് എൻട്രി ഓഫ് ഇൻഡിവിജ്വൽസ് ടു എക്സാം സെന്റേഴ്സ് ടു ക്രിയേറ്റ് ഡിസ്റപ്ഷൻ. ആരെങ്കിലും അനാവശ്യമായ എൻട്രി കൊടുക്കുകയാണെങ്കിൽ അതും ഇതിൽ പെർമിസിബിൾ അല്ല. അപ്പോൾ ഇതിൽ വേറെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഇതിൽ പെനാൽറ്റീസ് എന്താണ്ടാവുന്ന പറഞ്ഞാൽ 3 തൊട്ട് 10 വർഷം വരെ. ഈ ഇതിൽ ഇൻഡൽജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 3 തൊട്ട് 10 വർഷം വരെയുള്ള ശിക്ഷ കിട്ടും. അതുകൂടാതെ എന്താണ് ഫൈൻ കിട്ടും. 10 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെയുള്ള ഫൈൻ ഉണ്ട്. പിന്നെ ഓൾ ഒഫൻസസ് ആർ കോഗ്നിസിബിൾ, നോൺ ബെയിലബിൾ ആൻഡ് നോൺ കമ്പൗണ്ടബിൾ. ബെയിൽ കിട്ടൂല. ഇതിൽ അറസ്റ്റ് ആവുകയാണെങ്കിൽ ഇത്രയും വർഷം അകത്ത് കിടക്കേണ്ടി വരും, ബെയിൽ കിട്ടൂല. അതാണ് ഇതിലുള്ള പ്രത്യേകത. പിന്നെ പ്രൈവറ്റ്സ് സർവീസ് പ്രൊവൈഡർ ഫ്രം ഷിഫ്റ്റിംഗ് എക്സാം സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാം സെന്റർ ഉണ്ട്, ഒരാൾ എക്സാം സെന്റർ നടത്തുകയാണ്, ഒരു കോളേജ് നടത്തുകയാണ്. അവർ അച്ചാനൊക്കെ പറയുകയാണെങ്കിൽ നമ്മളോട് പറ്റൂല, അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സെന്ററിലോട്ട് ഉടനെ ലാസ്റ്റ് മൂമെന്റിൽ ചെയ്യുകയാണെങ്കിൽ അത് നടക്കൂല. അതിന് ഈ പ്രോഹിബിറ്റഡ് കാര്യത്തിൽ വരുന്നതാണ്. അവർക്കും ശിക്ഷ കിട്ടും. എന്താണ് സർവീസ് പ്രൊവൈഡേഴ്സ് ബാർ ഫ്രം കണ്ടക്ടിങ് പബ്ലിക് എക്സാംസ് ഫോർ 4 years. അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവില്ല, അതിൻ്റെ ഒരു റീസണബിൾ കോസ്റ്റ് അവരിന്ന് റിക്കവർ ചെയ്യും ആര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതാണ് ഓവറോൾ ആയിട്ടുള്ള ഈ ആക്ടിൻ്റെ കാര്യങ്ങൾ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത യൂണിയൻ മിനിസ്റ്റർ പുരുഷോത്തം റുപാല ലോഞ്ചസ് ദ റീഅലൈൻഡ് AHIDF. ഓക്കെ, അനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഓക്കെ, അത്തരം കാര്യം നമ്മൾ അറിയണം. എന്താണ് അനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്? ഇത് പഴയ ഒരു ഇനിഷ്യേറ്റീവാണ്. 2020 നമ്മൾ ആത്മനിർഭർ ഭാരതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നതാണ്. ബേസിക്കലി അനിമൽ ഹസ്ബൻഡറി ചെയ്യാൻ വേണ്ടി കുറേ എയ്ഡും കുറേ ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടിങ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അവർ കൊടുത്തിരുന്ന ഫണ്ടിങ് എന്ന് വെച്ചാൽ 15,000 കോടി രൂപയായിരുന്നു. ഓക്കെ, 2020 ആത്മനിർഭർ ഭാരതിന്റെ അണ്ടറിൽ 15,000 crores ആണ് കൊടുത്തിരുന്നത് ഔട്ട്ലേ. പിന്നീട് അതിന് ശേഷം ഈ 1 February ഈ വർഷം തന്നെ 2024 ഇതിനെ കണ്ടിന്യൂഷൻ അണ്ടർ എന്താണ്
IDF-ന്റെ അണ്ടറിൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ടല്ലോ, എന്നിട്ട് അതിന്റെ ഫണ്ടിങ് കൂട്ടി, ദാറ്റ് ഈസ് 29,610.25 crores ആക്കിയിട്ടുണ്ട്. ഇത് ബാങ്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ നമ്പേഴ്സ് അറിഞ്ഞിരിക്കുക. എന്നിട്ട് SSC എക്സാമിനും ഈ ഔട്ട്ലേ അറിഞ്ഞിരിക്കണം നല്ലതാണ്, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിയലൈൻ സ്കീം ഈസ് അപ്ലിക്കബിൾ ഫ്രം 31st March 2023 to 2025-26 ആ ഒരു ടൈം പീരീഡ് അറിഞ്ഞിരിക്കുക. ഇതിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ അനിമൽ ബേസ്ഡ് എന്തെങ്കിലും നിങ്ങൾ അനിമൽ ഹസ്ബൻഡറിയോ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പനി എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചറിന് ഫണ്ടിങ് കിട്ടും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോസസ്സിംഗ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ, അനിമൽ ഫീഡ് പ്ലാന്റ് അല്ലെങ്കിൽ ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ ഫാംസ്, അഗ്രികൾച്ചർ വേസ്റ്റ് മാനേജ്മെന്റ്, വെറ്ററിനറി വാക്സിൻ, ഡ്രഗ് പ്രൊഡക്ഷൻ എക്സെട്ര, ഈ എല്ലാ ഫെസിലിറ്റീസിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും ഈ ഫണ്ടിൽ നിന്ന്. ഓക്കെ, എലിജിബിൾ എൻറ്റിറ്റീസ് ആരൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. FPO ദാറ്റ് ഈസ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, പിന്നെ പ്രൈവറ്റ് കമ്പനീസ്, ഇൻഡിവിജ്വൽ ഓൺട്രപ്രീനിയേഴ്സ്, സെക്ഷൻ 8 കമ്പനീസ്, MSME സെക്ടർ. ഓക്കെ, MSME സെക്ടറും ഇതിൽ എലിജിബിൾ ആണ്. ഓക്കെ, ഇത്ര കാര്യം മാത്രം നമ്മൾ ഇതിൽ അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത് നമ്മൾ ഇതിൽ വേറെ ഒരു ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, 3% ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും 8 വർഷത്തേക്ക്, ഇൻക്ലൂഡിങ് 2 years ഓഫ് മൊറട്ടോറിയം. 2 വർഷത്തെ മൊറട്ടോറിയമോ ഉണ്ട്. പിന്നെ ലോൺസ് to 90% of the project estimated or actual cost from scheduled banks with no maximum or minimum limit. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഓഫ് അപ് ടു 25% ഓഫ് ദ ടേം ലോൺ. ക്രെഡിറ്റ് 25% വരെ ടേം ലോണിൻ്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നു. ഞാൻ ഗവൺമെൻറ് എന്ത് ചെയ്യും, അതിന് ബാക്കിംഗ് കൊടുക്കുന്നു. വെച്ചാൽ അഥവാ ഇവർ ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര ശതമാനം നമ്മൾ പേ ചെയ്തോളാം എന്നാണ്. ബേസിക്കലി ബാങ്കിന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കാരണം ഇത്ര ശതമാനമെങ്കിൽ നമുക്ക് എന്തായാലും റിക്കവർ ആവുന്നുള്ള ഗ്യാരണ്ടി ആണ്, അതുകൊണ്ട് ലോൺ കൊടുക്കും. പിന്നെ ഓപ്ഷൻ ടു ഇൻറ്റിഗ്രേറ്റ് വിത്ത് ക്യാപിറ്റൽ സബ്സിഡി സ്കീം ഫ്രം അതർ മിനിസ്ട്രീസ് ഓർ സ്റ്റേറ്റ് ലെവൽ സ്കീംസ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത് ഗവൺമെന്റ് അനൗൺസ്മെന്റ് ഫസ്റ്റ് എവർ എന്താണ്, നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് ഫോർ ന്യൂ ഏജ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ക്രിയേറ്റേഴ്സ്, നാഷണൽ ക്രിയേറ്റർ അവാർഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും ട്വിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ X ആണ്, അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ വേറെ എന്താണ് പറയുന്നത്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനത്തെ ഇവിടുത്തെ ക്രിയേറ്റേഴ്സ് എന്തെങ്കിലും നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ടെക്നോളജിക്ക് പരമായ എന്തെങ്കിലും നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് നല്ല ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ദെയർ കോൺട്രിബ്യൂഷൻ ഓൾസോ ഈസ് റെക്കഗ്നൈസ്ഡ്. കാരണം ഇപ്പോഴത്തെ യൂത്ത് മാക്സിമം ഈ ഒരു മീഡിയാസിൻ്റെ ത്രൂ ആണ് അവരെന്താണ് കാണുന്നത്, അല്ലേ, ഇതെല്ലാം സ്റ്റഡി ചെയ്യണത് മനസ്സിലാക്കണം. അപ്പോൾ അവരെ കോൺട്രിബ്യൂഷൻ, ഈ ക്രിയേറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ റിവാർഡ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നാഷണൽ ഫിലിം അവാർഡ്സ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ലൈനിലാണ് അവർ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൊടുത്തില്ല ഇതുവരെ, ഫസ്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന്. ഇനി അടുത്ത അതിൽ കുറേ മെമ്പേഴ്സൊക്കെ ചേർന്ന് അതിൽ ആൾക്കാരെ സെലക്ട് ചെയ്യും, എന്നിട്ട് ഫസ്റ്റ് അവാർഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ അതും നമ്മളെ വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിലുണ്ട്. 20 കാറ്റഗറീസ് ഉണ്ട് ഓവറോൾ. നമുക്ക് സെൽഫായിട്ട് നോമിനേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ തനിയെ നിങ്ങളെ പേര് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്യാം. വേറൊരാൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ 20 കാറ്റഗറിയിൽ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇന്ത്യ ആൻഡ് കൊളംബിയ സൈൻഡ് MOU ഓൺ ഷെയറിംഗ് ഇന്ത്യസ് ഓപ്പൺ സോഴ്സ്ഡ് DPIs. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നമ്മളെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ആണ് DPI എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കുക, അത് ഞാൻ എഴുതാൻ വിട്ടുപോയി. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഓക്കെ, ഇൻഡെക്സ് ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ RBI ഇടയ്ക്കിടയ്ക്ക് റിലീസ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡിജിറ്റൽ പേയ്മെൻറ്റും അങ്ങനത്തെ സൊല്യൂഷൻസ് ഇന്ത്യയുടെ റൂറൽ ഏരിയയിലൊക്കെ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ ആൾക്കാർ എത്രത്തോളം ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇക്കോ സിസ്റ്റം യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഇത് കൊളംബിയയ്ക്കും ഇങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് സൈൻ ചെയ്തത്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇവരും ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പിന്നെ ICT ഓഫ് കൊളംബിയ. ഓക്കെ, നമുക്കറിയാം ഇതെന്താണ്, അശ്വിനി വൈഷ്ണവാണ് മെയ്റ്റീര ഹെഡ്, അത് അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിലടുത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഇന്ത്യ സ്റ്റാക്ക് സൊല്യൂഷൻസ്, അവരെ പ്രൊമോട്ട് ചെയ്യാനാണ് ഇന്ത്യയുടെ സ്റ്റാക്ക് സൊല്യൂഷൻസിൻ്റെ ത്രൂ മറ്റേ കൊളംബിയയിലുള്ള കാര്യങ്ങളും കൊളംബിയയിൽ ഇങ്ങനത്തെ ഇക്കോ സിസ്റ്റം ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ട് അങ്ങനത്തെ ഇക്കോ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഇവർ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ബെനിഫിഷ്യറീസ് എന്താണ്, ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഫോർ ബോത്ത് ഇന്ത്യ ആൻഡ് കൊളംബിയ
എന്നിട്ട് കൊടുക്കുന്നത് എന്താണ് ഇന്ത്യ സ്റ്റാക്ക് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള ആ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാര്യങ്ങൾ എല്ലാം ഡേറ്റാസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ള ഓൾറെഡി നമ്മളിൽ എക്സ്പീരിയൻസ് ഉള്ളത് അതിന് അവർക്ക് ആ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ സ്കെയിൽ ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവരെ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണ് റുചിര കംബോജ് ഓഫ് ഇന്ത്യ ചെയർഡ് 62nd സെഷൻ ഓഫ് കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ചെയർ ചെയ്തുകൊണ്ട് ആദ്യം ഇങ്ങനെ സിലക്ട് ആയെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ് ലൊക്കേഷൻ എവിടെയാണ് ഈ ഒരു എന്താണ് നമ്മൾ കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ചോദ്യം വരും, കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? ഇത് യുനെസ്കോയുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, സോറി യുനെസ്കോ അല്ല, ഇക്കോസോക്കിന്റെ അണ്ടറിലാണ് വരുന്നത്. അത് അറിഞ്ഞിരിക്കുക, UN ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഓക്കെ, കഴിഞ്ഞ വർഷം ഇക്കോസോക്കിന്റെ റിലേറ്റഡ് എന്തോ ഒരു കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന്, അതുകൊണ്ട് ഇതും പഠിച്ചിരിക്കുക. ഓക്കെ, റുചിര കംബോജ് ഓഫ് ഇന്ത്യ ചെയർഡ് 62nd എന്താണ് സെഷൻ ഓഫ് കമ്മീഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ് ഈ കമ്മീഷന്റെ? ന്യൂയോർക്കിലാണ്. അംബാസിഡർ ആരാണ് ഇന്ത്യയിലെ? ഇന്ത്യയിൽ നിന്ന് ഹെഡ് ചെയ്തതാരാണ്? അംബാസിഡർ റുചിര കംബോജ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ തീം എന്തായിരുന്നു വെച്ചാൽ ഫോസ്റ്ററിങ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ത്രൂ സോഷ്യൽ പോളിസീസ്. ഇത്രയും മാത്രം നമുക്ക് അറിയാനുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആക്ച്വൽ കാര്യമാണ്, കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് തന്നെ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇത് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല വെർഷൻസ് വന്നിട്ടുണ്ട്. റിച്ചസ്റ്റ് മാൻ ഇൻ ഇന്ത്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിച്ചസ്റ്റ് ഇൻഡിവിജ്വൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ബർഗോണ്ടി പ്രൈവറ്റ് ഹൊറോൺ ഇന്ത്യ 500 ലിസ്റ്റ്. ഓക്കെ, അതിന്റെ അണ്ടറിൽ എന്താണ് 2023 ഓക്കെ, അതെന്താണ് RIL റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ് ടോപ്സ് ദ മോസ്റ്റ് വാല്യുബിൾ ഇന്ത്യൻ കമ്പനി ഫോർ 3rd കൺസിക്യൂട്ടീവ് ഇയേഴ്സ്. കഴിഞ്ഞ 3 വർഷത്തിൽ ഇവരെ തന്നെയാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ മോസ്റ്റ് വാല്യൂഡ് കമ്പനി ഓഫ് 2023 ഏതെന്ന് ചോദിച്ചാൽ റിൽ ആണ്. ദാറ്റ് ഈസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ, ഇതിന്റെ വാല്യുവേഷൻ എത്രയാണ്? 15,64,663 crores ആണ്. ഓക്കെ, വാല്യുവേഷൻ. സെക്കൻഡ് സ്ഥാനത്ത് വന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. തേർഡ് HDFC ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉള്ള സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേറ്റ്സ് വിത്ത് കമ്പനീസ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ആണ് ഹയസ്റ്റ്, പിന്നെ കർണാടക, തമിഴ്നാട്, ഡൽഹി. ഇതാണ് ആ ഒരു റിപ്പോർട്ടിന് അനുസരിച്ച് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇത്ര മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. നമ്മൾ ഡിഫൻസ് സെക്ടറിലാവാം അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫീൽഡിൽ നമുക്ക് പറയാം. ഡിഫൻസ് സെക്ടറിൽ തന്നെ നമുക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഡിഫൻസ് പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു ഡ്രോൺ ആണ്. മൾട്ടിപർപ്പസ് ഡ്രോൺ ആണ്. ഈ ഡ്രോണിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോംബ് ഗ്രനേഡ്സ് ഡ്രോപ്പ് ചെയ്യാം, പിന്നെ അതേപോലെ AK-47 ഒക്കെ ഫയറിംഗ് ചെയ്യാൻ പറ്റും എയറിൽ നിന്ന്. അങ്ങനത്തെ കുറെ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൾട്ടിപർപ്പസ് അല്ലെങ്കിൽ മൾട്ടി റോൾ എന്താണ് ഡ്രോൺ ആണ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ഹവിൽദാർ വീരേന്ദ്ര സിംഗ്. ഓക്കെ, സിഖ് റെജിമെന്റിലുള്ള ആളാണ്. എന്നിട്ട് അത് കൂടാതെ ഈ പുള്ളിക്കാരൻ എന്താണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ള എന്താണ് ഒക്ടോകോപ്റ്റർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒക്ടോകോപ്റ്റർ എന്നുള്ള പേരുള്ള ഈ ഒരു ഇൻവെൻഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് വേണ്ടി പുള്ളിക്കാരന് വിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുണ്ട്. വിശിഷ്ട സേവാ മെഡൽ. ഓക്കെ, അപ്പോൾ ഇത് ആർക്കാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഹവിൽദാർ വീരേന്ദ്ര സിംഗ് എന്താണ് കിട്ടിയ വിശിഷ്ട സേവാ മെഡൽ. ഓക്കെ, ഡിസൈൻഡ് മൾട്ടിപർപ്പസ് ഒക്ടോകോപ്റ്റർ. ഓക്കെ, ഇതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സർവൈലൻസ്, ഗ്രനേഡ് ഡ്രോപ്പിംഗ്, ഏരിയൽ ടാർഗറ്റ് എൻഗേജ്മെന്റ്, ദാറ്റ് ഈസ് AK-47 ഒക്കെ യൂസ് ചെയ്ത് ഫയർ ചെയ്യുക, ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിൽ എസെൻഷ്യൽ കമ്മോഡിറ്റി അല്ലെങ്കിൽ എസെൻഷ്യൽ സപ്ലൈസ് കൊണ്ടുകൊടുക്കാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇതിൽ. ഓക്കെ, അടുത്തത് നമ്മൾ വിശിഷ്ട സേവാ മെഡലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1960 ഓക്കെ, 1967 അതിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെക്കഗ്നേഷൻ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് ഓഫ് ഹൈ ഓർഡർ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മൾ ഈ മിലിറ്ററിയിൽ തന്നെ അല്ലെങ്കിൽ ആർമിയിൽ തന്നെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതാണ് വിശിഷ്ട സേവാ മെഡൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വ്യക്തിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് ഇന്ത്യൻ ആർമിയുടെ ചീഫ് അറിയണം ജനറൽ മനോജ് പാണ്ഡെ ആണ്. ഓക്കെ, അടുത്ത് നമ്മളെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹി, എന്നിട്ട് ഫൗണ്ട് ചെയ്തപ്പോഴാണ് 1895. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ജപ്പാൻ എയറോസ്പേസ് എന്താണ് എക്സ്പ്ലോറേഷൻ ഏജൻസി സക്സസ്ഫുള്ളി ലോഞ്ചസ് H3 റോക്കറ്റ്. H3 റോക്കറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ജക്സാരാണ്. ഓക്കെ, ജപ്പാൻ എന്താണ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ജക്സാരാണ്. എന്നിട്ട് അവർ ആരെ കൂടെ ചേർന്നാണ് ചെയ്തതെന്ന് വെച്ചാൽ മിസ്റ്റുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി ഇത്ര ഒരു കാര്യം കൂടെ അറിഞ്ഞ എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. നമുക്ക് വേറെ കൺട്രിയിലാകുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല. ഹരിയാന CM മനോഹർ ലാൽ ഖട്ടർ എന്താണ് ഒരു വൻ മിത്ര എന്ന് പറയുന്ന ഒരു
സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കണം എന്താണെന്ന്. ഇതിൽ പറയണമെന്ന് വെച്ചാൽ വൻ മിത്ര എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വരുമാനം ഒരു പർട്ടിക്കുലർ സ്ലാബിൻ്റെ താഴെയാണ്. ഓക്കെ, അതിലിവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1,80,000 ഇയർലി ആനുവൽ ഇൻകം നിങ്ങൾ അതിൽ നിന്ന് താഴെയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങളെന്ന് പറഞ്ഞാൽ ഹരിയാനയിലുള്ള ആൾക്കാർക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ നോൺ ഫോറസ്റ്റ് ഏരിയയിൽ എന്ത് ചെയ്യണം, ഒരു പിറ്റ് എടുക്കുകയാണ്. പിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴി എടുക്കുകയാണ് സാപ്ലിങ്സ് നടാൻ വേണ്ടി. ആ പിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 20 രൂപ കിട്ടും. ഓക്കെ, എന്നിട്ട് സാപ്ലിങ്സ് നടുകയാണെങ്കിൽ 30 രൂപ കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിൽ മാക്സിമം നിങ്ങൾക്ക് സാപ്ലിങ്സ് നടാൻ പറ്റുന്നത് 1000 ആണ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വൻ മിത്രയ്ക്ക് അത് 1000 ഇത് ചെയ്യാൻ പറ്റും സാപ്ലിങ്സ്. അതിന് മുമ്പ് നിങ്ങൾ എന്താണ് വൻ മിത്രയ്ക്ക് വേണ്ടി ഒരു ആപ്പ് ഉണ്ട്. അവർ ആ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അവർ പ്രൊസീജിയർ പറഞ്ഞു തരും, ഇതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് എടുക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇടണം. അതിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നിങ്ങളെ ജൻധൻ അക്കൗണ്ട്സിലോട്ട് പൈസ വരും. നിങ്ങൾ ഇടുന്നതിലും എനിക്ക് മിക്കവാറും നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ലൈവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നടന്ന കാര്യവും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എലിജിബിലിറ്റിക്ക് ഏജ് ഗ്രൂപ്പ് 18 to 60 years ആണ്. ഓക്കെ, അടുത്ത് ഒബ്ജക്റ്റീവ് നിങ്ങൾ നോക്കി വെക്കണം. എൻകറേജിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ട്രീ പ്ലാന്റേഷൻ ആക്ടിവിറ്റി ഓൺ നോൺ ഫോറസ്റ്റ് ലാൻഡ്. ഇത് നമ്മൾ ഗ്രീനറി കൂട്ടാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് എന്താണ് 20 per pit in the first year, 30 for each sapling planted subsequently. പിന്നെ മാക്സിമം 1000 സാപ്ലിങ്സ് ആണ് പെർ വൻ മിത്ര. ഒരു വൻ മിത്രയ്ക്ക് 1000 സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ റീസെൻ്റ്ലി ഒരു റെക്കോർഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, 1 കോടി സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റിൽ യാത് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യാത് സ്റ്റേറ്റിനാണ് 1 കോടി സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ഇതിൽ ഫസ്റ്റ് ഫേസിൽ കുറച്ചൊരു സെലക്ട് ആയി, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൽ ട്രെയിനിങ് എല്ലാം കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ ആപ്പ് വൻമിത്ര പോർട്ടലും ആപ്പും ഉണ്ട്, അതിൻ്റെ ത്രൂ അവർ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യും. ക്ലിയർ ആണല്ലോ? അടുത്ത് ഓക്കെ, ഒരു അപ്പോയിൻമെന്റ് ആണ്. ജസ്റ്റിസ് NV അഞ്ചാരിയ അപ്പോയിന്റഡ് ആസ് ചീഫ് ജസ്റ്റിസ് ഓഫ് കർണാടക ഹൈക്കോർട്ട്. ഓക്കെ, ഇത് പുള്ളിക്കാരൻ്റെ ഫുൾ പേരാണ് നിലയ് വിപിൻ ചന്ദ്ര അഞ്ചാരിയ. ഓക്കെ, എന്നിട്ട് കറന്റ് പൊസിഷൻ എന്താണ്, ജഡ്ജ് ഓഫ് ഗുജറാത്ത് ഹൈക്കോർട്ടിന്റെ ഒരു ജഡ്ജാണ് 2011 തൊട്ട്. അപ്പോൾ നമുക്ക് അറിയണം ആരാണ് സക്സീഡ് ചെയ്തത്. ജസ്റ്റിസ് പ്രതിനിധി ശ്രീനിവാസ് ആചാര്യ ദിനേശ് കുമാർ, ഈ ഒരു പേരാണ് നമ്മൾ ഓർമ്മിച്ചൊക്കെയുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത് റീസെന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് പ്രൈം മിനിസ്റ്റേഴ്സ്. ഓക്കെ, ആൻഡ് പ്രസിഡൻസ്. നമ്മളെ പ്രസിഡന്റ് ഓഫ് ഫിൻലാൻഡ് ആരാണ്, അലക്സാണ്ടർ സ്റ്റബ് ആയിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് കസാഖസ്ഥാൻ ഒൾസാഹ ബെക്ടോനോവ്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് യമൻ അഹമ്മദ് അവദ് ബിൻ മുബാറക്. പ്രസിഡന്റ് ഓഫ് എൽ സൽവഡോർ നായിബ് ബുക്കേലെ സെക്കൻഡ് ടൈമാണ് വന്നിട്ടുള്ളത്. പിന്നെ സുൽത്താൻ ഓഫ് മലേഷ്യ ഇബ്രാഹിം സിക്കന്ദർ. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീസെന്റ് അപ്പോയിന്റ്മെന്റ് ഇൻ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ CEO ഓഫ് സുന്ദരം അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആരാണ്, അനന്ത് രാധാകൃഷ്ണൻ. ആരാണ് റിപ്ലേസ് ചെയ്തത്, സുനിൽ സുബ്രഹ്മണ്യം. പിന്നെ MD ആൻഡ് CEO ഓഫ് LIC മ്യൂച്വൽ ഫണ്ട് ആരാണ്, ഹെഡ് രവി കുമാർ ഝാ. നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് NPCI ബോർഡ് ആരാണ്, അജയ് കുമാർ ചൗധരി. റിപ്ലേസ് ആരാണ് ചെയ്തത്, ബിശ്വമോഹൻ മോപാത്ര. ഓക്കെ, മഹാപാത്ര. പിന്നെ MD CEO ഓഫ് ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ് വെങ്കടചലം H. റിപ്ലേസ് ചെയ്തത് നവീൻ തിലയാനി. ഓക്കെ, പിന്നെ കൺസ്യൂമർ ലീഡിംഗ് ആൻഡ് മോർഗേജ് ഹെഡ് ഓഫ് ബന്ധൻ ബാങ്ക് ആരാണ്, സന്തോഷ് നായർ ആയിട്ടുണ്ട്. ശാന്തനു സെൻഗുപ്തനെയാണ് റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസസ്. റീസെന്റ് ഡിഫൻസിലുള്ള എക്സസൈസസ് എന്താണ്, 12th എഡിഷൻ ഓഫ് മിലൻ നേവൽ എക്സസൈസ് എവിടെ വെച്ചാണ് നടന്നത്, വിശാഖപട്ടണം. ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടക്ട് എക്സസൈസ് വായു ശക്തി 2024 ജയ്സൽമേർ രാജസ്ഥാൻ. ഫസ്റ്റ് എഡിഷൻ ഓഫ് മിലിറ്ററി എക്സസൈസസ് സദാ തൻസിക് ആരുടെയൊക്കെയാണ്, ഇന്ത്യയും സൗദി അറേബ്യയും രാജസ്ഥാനിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. അടുത്ത് ഡെസേർട്ട് നൈറ്റ് എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ഫ്രാൻസ് ആൻഡ് UAE എവിടെ വെച്ച്, അറേബ്യൻ സീയിൽ വെച്ച്. അടുത്ത് 11th എഡിഷൻ ഓഫ് ഖഞ്ചർ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ ബഖ്ലോ ഹിമാചൽ പ്രദേശിലാണ് നടന്നിട്ടുള്ളത്. സെക്കൻഡ് എഡിഷൻ ഓഫ് സൈക്ലോൺ എക്സസൈസ് എവിടെ വെച്ചാണ്, ആരുടെയൊക്കെയാണ്, ഇന്ത്യയും ഈജിപ്തിൻ്റെ ഇടയ്ക്ക് അൻസാസ് ഈജിപ്തിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സസ്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ മൺഡേക്ക് ഉള്ളതും കൂടെ കവർ ചെയ്തിട്ടുണ്ട്. അത് മൺഡേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ വീഡിയോയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് സ്ട്രെച്ച് ആയി പോയത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. ഓക്കെ, അല്ലെങ്കിൽ മൺഡേക്ക് ഒരു വീഡിയോ വലുതായിരിക്കും, കാരണം അത് സൺഡേയും സാറ്റർഡേയും ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ വരും. ഇന്നിപ്പോൾ ട്യൂസ്ഡേക്ക് എടുത്തപ്പം കുറച്ച് റിപ്പീറ്റ് ആയ ന്യൂസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കുറച്ച് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണിനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. so that you get the notification of all the videos we upload. Okay, എന്നിട്ട് അതെല്ലാം നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെലവെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ
നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ വീഡിയോസ്, റീസണിങ്, മാത്സ് എല്ലാ വീഡിയോസും ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവലി യു വിൽ ഗെറ്റ് ഓൾ ദ content for free of cost. Okay, you don't have to pay anything on this channel. Okay, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. We will meet you in the next video. Till then, take care and bye bye.